ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ആ ഒരു ദിനം കടന്നു വരികയാണ് യൂട്യൂബിൽ. ഏതൊരു ദിനം നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ നമ്മുടെ വീഡിയോയ്ക്കും ഫിലിം സോങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ അട്രാക്ഷൻ ആക്കാൻ വേണ്ടി ഒരുപാട് യൂട്യൂബേഴ്സ് ആഗ്രഹിക്കുന്നതാണ്, ഒരുപാട് ക്രിയേറ്റേഴ്സ് ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സോങ്സ് ഉപയോഗിക്കണം, അതിലുള്ള കിട്ടുന്ന റവന്യൂ ഒരു കാരണവശാലും മറ്റുള്ള ആ കമ്പനിക്കും പോകാൻ പാടില്ല, യൂട്യൂബിനും പോകാൻ പാടില്ല, എനിക്ക് തന്നെ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കാറുള്ളവരാണ് ഒരുപാട് പേര്. ഇത്തരത്തിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കും ക്ലെയിമും ഒക്കെ കിട്ടുമ്പോൾ വളരെ സങ്കടപ്പെടാറുണ്ട് ഈ മ്യൂസിക്കിൻ്റെ പേരിൽ. അപ്പോൾ ഇത്തരത്തിൽ ക്ലെയിം കിട്ടാതെ, അതായത് ആ കമ്പനിക്ക് ഷെയർ ചെയ്യപ്പെടാതെ തന്നെ നമുക്ക് മ്യൂസിക് ഉപയോഗിക്കാനുള്ള ആ ഒരു ഫീച്ചർ, ഒരു ടാബായിട്ട് യൂട്യൂബ് കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഷോർട്സിൽ മ്യൂസിക് ഉപയോഗിക്കാൻ പറ്റും. ഷോർട്സ് വീഡിയോ വൈറലായി കഴിഞ്ഞാൽ ഷോർട്ട് ഫണ്ട് കിട്ടും. അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള ആ മ്യൂസിക്കിൻ്റെ രീതി എന്നുള്ളത്. ഷോർട്സിൻ്റെ മ്യൂസിക് ഉപയോഗിക്കാൻ പറ്റും. 15 സെക്കൻഡുള്ള വീഡിയോസ് എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഷോർട്സ് മ്യൂസിക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ലൈബ്രറി ഉണ്ട്. യൂട്യൂബ് ലൈബ്രറിയിലുള്ള മ്യൂസിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് മ്യൂസിക്കാണ്, സോങ്സ് അല്ല. ഓക്കെ, ഇപ്പോൾ ഇനി പുതുതായിട്ട് ഒരു ടാബായിട്ട് യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു യൂട്യൂബ് ലൈബ്രറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ടാബ് വരുന്നത്. ഇത് ക്രിയേറ്റർ മ്യൂസിക് എന്ന പേരിലാണ് ഈ ഒരു ടാബ് അറിയപ്പെടാൻ പോകുന്നത്. ഈ ടാബിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ രീതിയിലുള്ള മ്യൂസിക്കുകൾ, അതായത് സോങ്സുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ബോളിവുഡ്, കോളിവുഡ് എല്ലാം. ഓക്കെ, ബോളിവുഡ്, ഹോളിവുഡ്, അങ്ങനെ തമിഴ്, മലയാളം എല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള സോങ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആർക്കാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലുകൾക്ക് അത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുകൾ ഇത്തരത്തിൽ മ്യൂസിക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പർച്ചേസ് ചെയ്തതിലൂടെ, അതായത് $1-2 ഒരു മ്യൂസിക്കിന് വേണ്ടി വരും. അപ്പോൾ അവർക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് ആ മ്യൂസിക് അവരുടെ വീഡിയോയിൽ ഉപയോഗിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, അതിലൊരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഇത്തരത്തിൽ പർച്ചേസ് ചെയ്യാനും, രണ്ടാമത്തേത് ഷെയർ ചെയ്യാൻ, അതായത് നമ്മൾ ഇടുന്ന മ്യൂസിക് 50% അതിൻ്റെ കമ്പനിക്കും 50% നമുക്കും എന്നുള്ള രീതിക്ക് ഷെയർ ഓപ്ഷൻ ഉണ്ട്. പിന്നെ 3ഉം 4ഉം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്കും, പിന്നെ നമ്മുടെ വീഡിയോ കാണാത്ത പോലെ, അങ്ങനെയുള്ള 2 ഓപ്ഷനാണ് നമുക്ക് മെയിൻ. ആദ്യത്തെ 2 ഓപ്ഷൻ നമ്മൾ അറിഞ്ഞാൽ മതി. ഈ മ്യൂസിക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഡോളർ, അത് പൈസ കെട്ടിക്കൊണ്ട് ആ ഒരു മ്യൂസിക് നമുക്ക് എടുക്കാൻ പറ്റും. രണ്ടാമത് ഷെയർ ചെയ്യുക. ഇത്തരത്തിലാണ് അത് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഓപ്ഷൻ വന്നാലാണ് വിപുലമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. ഒരുപാട് ഓപ്ഷൻ ഇത്തരത്തിൽ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിലായിക്കോട്ടെ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല കുറി യൂട്യൂബിൽ നമ്മുടെ സൈൻ ചിഹ്നം, അതായത് നമ്മുടെ ഡോളറിൻ്റെ ചിഹ്നം കാണത്തില്ല. അതുപോലെ ഭൂമിയുടെ ചിഹ്നത്തിൻ്റെ അവിടെ ഒരു എററായിരിക്കും. അങ്ങനെ, അതായത് വീഡിയോ ഓടാത്ത പോലെ സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇതെല്ലാം ഒരു അപ്ഡേഷൻ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.